ഈ 26 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന് ഒരു ചരിത്രമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കൂ? എങ്കിൽ ആ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നിവിടെ നല്ല മഴയും കാറ്റുമുള്ള ഒരു ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. ഈ പോകുന്ന വെള്ളച്ചാട്ടത്തിന് ഒരു ചരിത്ര കഥയുണ്ടെന്നും അത് നിങ്ങളെ അറിയിക്കണമെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഇത് കാണാൻ വളരെ നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കഥയും. ന്യൂസിലാൻഡിൻ്റെ നോർത്ത് ഭാഗത്ത് ഫേങ്കരെ എന്ന നഗരത്തിന് സമീപം 26 മീറ്റർ ഉയരത്തിൽ നിന്നും പാറകളിലൂടെ പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. പലർക്കും ഇതൊരു ബ്യൂട്ടിഫുൾ സ്പോട്ട് മാത്രം. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ശബ്ദത്തിൽ പണ്ട് കാലത്തിൻ്റെ കുറെ കഥകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ ഫേങ്കരെ ഫോൾസ് പണ്ട് കാലത്ത് ഒറ്റിഹോയ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൗറി ജനതകൾക്ക് ഇത് വെറും ഒരു പ്രകൃതി സൗന്ദര്യം മാത്രമല്ലായിരുന്നു, ഇതവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. ഈ പ്രദേശം ഭയങ്കര ഭക്ഷ്യസമൃദ്ധമായിരുന്നു. സമീപമുള്ള നദിയിൽ മത്സ്യബന്ധനം, ചുറ്റുമുള്ള വനത്തിൽ വേട്ടയാടൽ, ഇതെല്ലാം ഇവിടെ നടന്നിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിന്റെ സമീപം ഒരു കോട്ടഗ്രാമം ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് അവർ ഈ പ്രദേശത്തെ നിരീക്ഷിക്കുകയും ഈ സ്ഥലത്തെ ഇവർ സംരക്ഷിച്ചും പോന്നിരുന്നു. ഇതൊരു പ്രകൃതിദത്ത കോട്ട പോലെയായിരുന്നു. ചിന്തിച്ചു നോക്കൂ, ഇന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഈ സ്ഥലം ഒരിക്കൽ ഒരു ജീവിതത്തിൻ്റെയും സുരക്ഷയുടെയും കേന്ദ്രമായിരുന്നു. പിന്നീടാണ് ഇങ്ങോട്ട് യൂറോപ്യൻ അധിനിവേശം തുടങ്ങിയത്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ കുടിയേറ്റം ആരംഭിച്ചു. അവർക്കും ഈ വെള്ളച്ചാട്ടം ഒരു അത്ഭുതം തന്നെയായിരുന്നു. 1900-കളോടെ ഈ ഒരു പ്രദേശം ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. നിങ്ങൾ ഫേങ്കരെ ഫോൾസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പഴയ ചിത്രങ്ങളിൽ ആളുകൾ ഇവിടെ പിക്നിക്കിന് വരുന്നതും താഴെയുള്ള തടാകത്തിൽ നീന്തുന്നതും കാണാം. എന്നാൽ ഇന്ന് കുറച്ച് സുരക്ഷാ കാരണങ്ങളാൽ നീന്തൽ അനുവദിക്കുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഇന്നും ഈ വെള്ളത്തിന്റെ ശബ്ദത്തിൽ കേൾക്കാം. വെള്ളച്ചാട്ടങ്ങൾ വെറും വെള്ളമല്ല, അതൊരു ജീവശക്തിയുള്ള സ്ഥലമായി ഇവർ കണക്കാക്കുന്നു. ഇവിടത്തെ പ്രാദേശിക വിശ്വാസപ്രകാരം ഒറ്റിഹോയുടെ ശബ്ദം പൂർവികരുടെ ഓർമ്മയാണ്. പ്രകൃതിയെ ബഹുമാനിക്കുന്നവർക്ക് ഈ സ്ഥലം സമാധാനം നൽകും, അല്ലാത്തവർക്ക് സമാധാനം നൽകില്ലെന്നും പറയപ്പെടുന്നു. നിങ്ങൾ ഈ ഫേങ്കരെ ഫോൾസിന്റെ താഴെ നിൽക്കുമ്പോൾ വെള്ളം പാറകളിൽ തട്ടി പെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരു വിചിത്രമായ ശാന്തത തോന്നും. അത് ഈ വെറും വെള്ളത്തിന്റെ ശബ്ദമല്ല, അതൊരു ചരിത്രത്തിന്റെ ശ്വാസം പോലെയാണ്. ഇന്ന് ഫേങ്കരെ ഫോൾസിനെ ചുറ്റി 30 മിനിറ്റ് ലൂപ്പ് വാക്ക് ഉണ്ട്. ആക്ച്വലി ഫേങ്കരെ ഫോൾസിന് 2 വശത്തെ കൂടിയുള്ള വ്യൂ ഉണ്ട്. രണ്ടും ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ 2 വശത്തെയും കൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങാനും പറ്റും. ആ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കൊണ്ട് തന്നെ നമുക്കതിൻ്റെ അടുത്തേക്ക് പോകുവാൻ അത്ര എളുപ്പമല്ല. ആരോ നമ്മെ പുറകിലോട്ട് തള്ളുന്നത് പോലെ തോന്നും. കൂടുതൽ എടുക്കും തോറും കൂടുതൽ ബലം വെച്ച് ആരോ തള്ളുന്ന പോലെ. ഞാനിത് പറയുമ്പോൾ വളരെ വലിയൊരു അതിശയോക്തിയായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഇത് അനുഭവപ്പെടാറുണ്ട്. ന്യൂസിലാൻഡിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഇത് വെറും ഒരു വീക്കെൻഡ് സ്പോട്ട് അല്ല. ഇതിപ്പോൾ ഞങ്ങൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗവും കൂടിയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ തണുപ്പ് മുഖത്ത് തട്ടും. ആ നിമിഷം ജീവിതത്തിലെ എല്ലാ ടെൻഷനുകളും ഒഴുകിപ്പോകുന്നത് പോലെ തോന്നും. നാട്ടിൽ അത്തരം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടിരുന്ന ഓർമ്മകൾ വീണ്ടും മനസ്സിൽ വരും. ന്യൂസിലാൻഡിൽ ജീവിക്കുന്ന ഓരോ മലയാളികൾക്കും ഫേങ്കരെ ഫോൾസ് പോലുള്ള സ്ഥലങ്ങൾ നാട്ടിലെ പുഴകളും ചെറുകാടുകളും ഓർമ്മിപ്പിക്കും. നാട്ടിൽ നിന്നുള്ള ദൂരവും പ്രകൃതിയുടെ സ്നേഹവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരിടമാണിത്. ഫേങ്കരെ ഫോൾസ് ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല, ഒരു ചരിത്രാതീത കഥ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്നാൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും. ഈ കാണുന്ന ഫേങ്കരെ ഫോൾസ് ഞങ്ങൾക്കിപ്പോൾ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല, ഒറ്റിഹോയുടെ കഥയും മാവോരി പാരമ്പര്യവും കുടിയേറ്റ ചരിത്രവും എല്ലാം ഇവിടെ ചേർന്നൊഴുകുന്നു.